ഇനി വിദേശ വാർത്തകളിലേക്ക് കുറച്ച് ദിവസങ്ങളായി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു പി ജെയിംസ് അവിടെ പോയി അദ്ദേഹത്തെ കാണാനില്ലല്ലോ, കാണാനില്ല എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയും കാണാം, മറ്റേ ഫോട്ടോ ഒട്ടിക്കണം എന്നൊക്കെ പല രീതിയിലും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. പി ജെയിംസ് എത്തിയിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. മാലദ്വീപിൻ്റെ ചൈന ബന്ധത്തെ ചൊല്ലിയുള്ള വിവാദത്തിനിടയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ മാലി സന്ദർശനം വൻ ചർച്ചയാകുന്നു എന്നാണ് പി ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം ഒഴിവാക്കാൻ ഒരുങ്ങുന്ന മാലിക്ക് മറുപടിയായി ലക്ഷദ്വീപിൽ ടൂറിസ്റ്റിന് ഇന്ത്യ 3500 കോടി രൂപ മുടക്കുന്നു എന്ന വമ്പൻ വാർത്തയുമായിട്ടാണ് പി ജെയിംസ് എന്ന് വരുന്നത്. ലക്ഷദ്വീപിൽ ഇന്ത്യൻ സൈനിക താവളവും ഒരുങ്ങുന്നുണ്ട്. പി ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കാം, എവിടെയായിരുന്നു എസ് കെ? ഇപ്പൊ ഇവിടെ ഈ വയനാട് ദുരന്തമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വിദേശ വാർത്തകൾ കാര്യമായി കൊടുത്തിരുന്നില്ല. അതിനിടയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഈ ലക്ഷദ്വീപിന് 50 കിലോമീറ്റർ മാത്രം അകലെയുള്ള മാലദ്വീപിലേക്ക് എത്തുന്നു എന്ന വാർത്ത വന്നത്. സ്വാഭാവികമായിട്ട് ലക്ഷദ്വീപ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. അവിടേക്കാണ് ഞാൻ പോയത്. ലക്ഷദ്വീപിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തിരക്കിട്ട സന്ദർശനം നടത്തിയപ്പോൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിരുന്നു. അതിനിടയ്ക്ക് ചോദിക്കട്ടെ, ലക്ഷദ്വീപ് വഴി വള്ളം പിടിച്ചങ്ങ് മാലദ്വീപിലോട്ട് ഇറങ്ങിയോ? മാലദ്വീപിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ കയറ്റത്തില്ലല്ലോ. കാരണം ഇപ്പൊ ചൈനയുടെ പിടിയിലാണ് അവര്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രം എന്ന രീതിയിലാണ് മാലദ്വീപ് അറിയപ്പെട്ടിരുന്നത്. അവിടെ 157 സ്റ്റാർ ഹോട്ടലുകളുണ്ട് ആ ഐലൻഡിൽ തന്നെ. ഏതാണ്ട് 25 ലക്ഷം വിദേശ സഞ്ചാരികളാണ് കഴിഞ്ഞ ഒറ്റ വർഷത്തിനുള്ളിൽ മാലദ്വീപിൽ പോയത്. അതേസമയം ലക്ഷദ്വീപിൽ ഇത്ര മനോഹരമായ മാലദ്വീപിനോട് കിടപിടിക്കുന്ന കടല്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, 100 വർഷത്തിലേറെ പഴക്കമുള്ള കടലാമകളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. വളരെ മനോഹരമായ തീരം, ഒട്ടും വെർജിൻ ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടേക്ക് ആകെ പോയത് 10,000 പേരാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ആകെ ഉള്ളതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് ബംഗാരത്ത്. അത് നേരത്തെ കാസിനോ പണിതാണ്, ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്തു. എന്തായാലും അവിടെ ഈ മാലദ്വീപ് ഇന്ത്യയെ തഴഞ്ഞതിൻ്റെ പിറകെ ഒരു ബദൽ ഡെസ്റ്റിനേഷനായിട്ട് ഇത് വളർത്താൻ ഇന്ത്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ അവിടെ നിരവധി സ്റ്റാർ ഹോട്ടലുകൾ, ഒരുപാട് തരത്തിലുള്ള ഹെലിപ്പാഡുകൾ, അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ കൊണ്ടുവരാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല വളരെ ഇതായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് അവിടുത്തെ 36 ഐലൻഡുകളിൽ 10 ദ്വീപുകളിലാണ് ആൾക്കാർ താമസമുള്ളത്. അതിലെ പ്രധാനപ്പെട്ട 2 ദ്വീപുകളിൽ മിനിക്കോയ് 50 കിലോമീറ്റർ മാത്രം ദൂരെയാണ് മാലദ്വീപിൻ്റെ. അവിടെയും പിന്നെ അഗാത്തിയിലും സൈനിക താവളം വരുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച വാർത്തയല്ല, പക്ഷേ അവിടെ സ്ഥലങ്ങളൊന്നും വിൽക്കാൻ സമ്മതിക്കുന്നില്ല. സാധാരണ വിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോലും. അതുപോലെ ടെൻറ്റുകൾ പോലും കെട്ടാൻ അനുവദിക്കുന്നില്ല. അവിടെ എന്തോ വികസനം വരുന്നു എന്നുള്ളത് നാട്ടുകാർക്കിടയിൽ വളരെ ഇതായി കഴിഞ്ഞു. അപ്പോൾ സൈനിക താവളം വരുന്നു. പ്രത്യേകിച്ച് മാലദ്വീപ് 50 കിലോമീറ്റർ മാത്രം മിനിക്കോയിൽ നിന്ന് അകലെ. അവിടെ ചൈനയുടെ കപ്പലുകൾ വരുന്നു, ചൈനീസ് ട്രേഡ് വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മണിക്കൂറിൽ വരുന്ന ഒരു വാർത്ത SKN, അവിടെ ചൈനീസ് ഗുഡ്സിന് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് ചുങ്കം ഒഴിവാക്കുന്നു. എന്ന് വെച്ചാൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മാലദ്വീപിൽ പ്രളയം പോലെ വരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല അവർക്ക് ഏതാണ്ട് 1 കോടി 37 അടക്കം വരുന്ന വലിയ ഒരു ഇത് വരുന്നുണ്ട്. $1 ബില്യൺ ഡെപ്റ്റ് ഉണ്ട്, കടക്കണിയുണ്ട്. അത് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല. അതിന് 5 വർഷത്തേക്ക് ചൈനയോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ചൈന ഇന്ത്യക്ക് ചുറ്റും ചെയ്യുന്ന ഒരു വലിയ കളി അതാണ്. ശ്രീലങ്കയിൽ വന്ന് തുറമുഖം കെട്ടി, ഹമ്പൻ തോട്ട തുറമുഖം കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീലങ്ക വലിയ കടക്കണിയിലായി. അവസാനം ഹമ്പൻ തോട്ട തുറമുഖം 99 വർഷത്തേക്ക് ചൈന ഏറ്റെടുത്തു. ഇനി ശ്രീലങ്കയിൽ ഏതാണ്ട് ചൈനയുടെ താവളം വരുന്നു എന്നുള്ള തരത്തിൽ വന്നപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഏതായാലും തുറമുഖം അവരുടെ കയ്യിലാണ്. ശ്രീലങ്ക അല്പം ഒന്ന് ടിൽറ്റ് ചെയ്തത്, ഇന്ത്യയുടെയും കൂടി സപ്പോർട്ട് തേടുന്നുണ്ട്. പക്ഷേ എന്നും ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ശ്രീലങ്ക പോയി. മാലദ്വീപ് ഇതുവരെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഈ പുതിയ മുഹമ്മദ് മൊയ്സുവിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ വന്നതോടെ ചൈനയ്ക്ക് അനുകൂലമായി മാറി. ഇന്ത്യ സന്ദർശിക്കാതെ ചൈനയിലേക്ക് സന്ദർശനം നടത്തി. 7000 ചില്ലാൻ വരുന്ന ചൈനീസ് ഗുഡ്സ് അവിടെ ഇറക്കുമതി ചുങ്കമില്ലാതെ വിൽക്കാൻ പോകുന്നു. ഈ തരത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യ ലക്ഷദ്വീപിനെ വളർത്തണമെന്ന ചിന്ത ഉണ്ടായിരിക്കുന്നത്. അത്ര മനോഹരമായ തീരം. ആ തീരത്താണ് പ്രത്യേകിച്ച് ഈ 10 ഐലൻഡിലായിട്ട് ആന്ത്രോത്ത് എന്ന ദ്വീപിൽ 10,000 പേര് താമസമുണ്ട്. ഞാൻ പോയ അഗാത്തി ദ്വീപിൽ 10,000 പേരുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഒരു വലിയ ബെറ്റായിട്ട് ഈ മേഖല മാറുന്നു. സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈന ഇവിടെ മുഴുവൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളഞ്ഞിട്ട് ഇന്ത്യയെ ഇത് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ, ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതും ചൈനയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനും ഇന്ത്യക്ക് നല്ല ഗുണകരമായ വാർത്തകളല്ല അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമായി മാറുന്നു. SKN.
എന്തായാലും നല്ല കാര്യമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലക്ഷദ്വീപിൽ പോകാമല്ലോ ജെയിംസ്, അതല്ലേ? തീർച്ചയായിട്ടും ഞാൻ 3 ദിവസത്തേക്ക് സ്കീം ഒരുപാട് നാളായിട്ട് എനിക്ക് ജെയിംസ് അവിടെ മുങ്ങിക്കളയുമെന്ന് പേടിയുണ്ടായിരുന്നു. കാര്യം പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു കാര്യം, ഈ ജെയിംസ് അവിടെ പോകുന്നതിനിടയിലാണ് വേറെ കാര്യം സംഭവിച്ചത്. ഈ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഒരു വഴിത്തിരിവ്. ഈ യുക്രൈൻ സേന റഷ്യയുടെ 30 കിലോമീറ്റർ ഉള്ളിൽ കിടന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു അവർ. മാത്രമല്ല ഈ സപ്രോഷ്യ ആണവ നിലയം നിന്ന് കത്തുന്നു എന്ന വാർത്തയും വരുന്നു. അവിടെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരുപക്ഷെ ഈ പുട്ടിന് ഈ യുദ്ധത്തിൽ തിരിച്ചടി നേരിടുന്നു എന്ന വാർത്തയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുട്ടിൽ നിന്നൊരു വർദ്ധിത വീര്യത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമോ? SK ഒരു പക്ഷേ നമ്മൾ വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഉക്രൈൻ യുദ്ധം പോകുന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഉക്രൈൻ യുദ്ധം എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പറയാതിരിക്കുന്നു. വലിയ വാർത്തകൾ സംഭവിക്കുന്നില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ സംഭവിച്ച വാർത്ത SK പറഞ്ഞ പോലെ തന്നെ അല്പം അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. കാരണം ഒറ്റയടിക്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിർദ്ദേശപ്രകാരം അവർ റഷ്യ അതിർത്തിയിൽ കയറി പറ്റുക അത്ര എളുപ്പമല്ല. 20-30 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. അവിടുത്തെ കർസ്ക് എന്ന മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി അത് പിടിച്ചടക്കിയ പോലെയാണ്. റഷ്യയുടെ ഒരു 20 കിലോമീറ്റർ ഉക്രൈൻ പിടിച്ചടക്കിയിരിക്കുന്നു. ആമജെന്ന് മൊയിലിനെ തോൽപ്പിച്ചു എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ഈ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തി നഗരമായിട്ടുള്ള ബെൽഗറോഡിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു റഷ്യ തിരിച്ചാക്രമിക്കുന്നതിന് പകരം അവർ പ്രതീക്ഷിക്കാതെയാണ്. അവരിനി സൈന്യത്തെ കൂട്ടി ഇവരെ തിരിച്ചടിച്ച് പുറത്താക്കുന്നതിന് മുൻപേ ബെൽഗറോഡ് എന്ന നഗരത്തിലേക്ക് കൂടി യുക്രൈൻ സേന മുന്നേറുന്നു എന്ന വാർത്ത വരുന്നു. റഷ്യൻ പ്രസിഡന്റ് SK പറഞ്ഞ പോലെ വ്ളാഡിമിർ പുടിൻ വല്ലാത്ത അസ്വസ്ഥനാണ്. അദ്ദേഹം ആണവ പ്രയോഗമൊക്കെ നടത്തുമെന്ന ഭീതി പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ വരെ എത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിമാനക്ഷതം ഏറ്റിരിക്കുന്നു. ഈ റഷ്യയുടെ ഒരു അടി മണ്ണ് കയറിയാൽ ഞങ്ങൾ ഇന്ന് ആണവ പ്രയോഗം നടത്തുമെന്നാണ് യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ 2.5 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉക്രൈനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ 18% ഉക്രൈൻ്റെ പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അതിന് ബദലായിട്ടാണ് ഞങ്ങൾ റഷ്യയുടെ പ്രദേശങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. റഷ്യ ആക്രമിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ക്രീമിയ ഉക്രൈനിൽ നിന്ന് പിടിച്ചടക്കിയതാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ SK ഈ റഷ്യൻ യുദ്ധം വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ യുക്രൈനിലെ എല്ലാ നഗരങ്ങളിലേക്കും ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഒപ്പം തന്നെ നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഉക്രൈനിൽ സ്ഥിതി ചെയ്യുന്ന സപ്രോഷ്യ. അത് കഴിഞ്ഞ നാളുകളിൽ റഷ്യ പിടിച്ചടക്കിയിരുന്നു. റഷ്യയാണ് ഇപ്പോൾ അതിൻ്റെ കൺട്രോള്. അവിടെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്. റഷ്യ പറയുന്നു ഉക്രൈനാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ഉക്രൈൻ പറയുന്നത് റഷ്യയാണ് നടത്തിയത്. എന്തായാലും അവിടെ ഉക്രൈൻ്റെ ഒരു ഭാഗം, സപ്രോഷ്യയുടെ ഒരു ഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇടപെട്ടിട്ടുണ്ട്. എന്തൊക്കെ നാശം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇറാൻ സൈന്യം ഒരാഴ്ചക്കുള്ളിൽ ഇസ്രയേലിൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 50ഓളം പേർ കൂടി കൊല്ലപ്പെടുമെന്ന് വാർത്ത വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് PP ജെയിംസ് വീണ്ടും ക്ഷണിക്കാം അദ്ദേഹത്തെ. PP ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. യഥാർത്ഥത്തിൽ ഈ ഇറാൻ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. SK ഞാനത് പ്രവചിക്കുന്നില്ല. കാരണം ഞാൻ യുദ്ധം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിനും ലോകത്തിനും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വലിയ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന് തന്നെയാണ്. അവരുടെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ അതിഥിയെ കൊന്നിട്ട് പിന്നെ ഞങ്ങൾ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കണോ എന്നാണ് ചോദിച്ചത്. എന്തായാലും ജൂലൈ 31-നാണ് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ തലവനെ ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ ബോംബ് ഫിറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ട് അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ അത് പറയുമ്പോൾ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു നേതാവിനെ സ്വാഭാവികമായിട്ടും അത് ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തുമ്പോൾ അത് വലിയ അന്താരാഷ്ട്ര വാർത്തയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ചിലർ ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടത് അതൊരു വാർത്തയല്ലെന്ന് പറയുന്നു. കാരണം പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ഈ വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആളാണ് ഇസ്മായിൽ ഹനിയ. വെടിനിർത്തൽ പൊളിക്കണമെന്ന ചിന്ത കൂടി ഒരുപക്ഷെ ആർക്കെങ്കിലൊക്കെ ഉണ്ടാവണം. ആരോപണം വന്നിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെയാണ്. എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുൻപ് ഒരുപക്ഷെ ഇറാൻ കയറി ആക്രമണം ഓഗസ്റ്റ് 15-ന് മുൻപേ നടത്തുമെന്ന് പറയുന്നുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ. എന്തായാലും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ
മിഡിൽ ഈസ്റ്റിലേക്ക് ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും ഖത്തറിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ്. പക്ഷേ ഇസ്രായേൽ എവർ റെഡിയായിട്ട് നിൽക്കുകയാണ്. അയൺ ഡോമുകൾ, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തൊട്ടടുത്തുള്ള താവളങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ഫൈറ്റർ ജെറ്റുകൾ F-18 F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ. എന്തായാലും ഏറ്റവും അവസാനമായി SKN ഈ മണിക്കൂറുകളിൽ അറിയുന്ന വാർത്ത, അമേരിക്കയുടെ അന്തർവാഹിനി, അത് ഗൈഡഡ് മിസൈലുകളുള്ള അന്തർവാഹിനി കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ അമേരിക്ക യുദ്ധം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ തരത്തിൽ യുദ്ധമുണ്ടായാൽ അത് വല്ലാത്ത പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇറാൻ ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഗൾഫിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അവരുമായിട്ട് ഇസ്രായേൽ ഒരു ഏറ്റുമുട്ടൽ വന്നാൽ സൈനിക ശക്തിയിൽ ഇസ്രായേലിനേക്കാൾ മുൻപിലാണ്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ ബുദ്ധിപരമായിട്ട് യുദ്ധം നടത്തുന്ന കാര്യത്തിൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ വളരെ മുന്നിലാണ്. ഇസ്രായേലിന് പിന്നിൽ അമേരിക്കയുണ്ട്. അതുകൊണ്ട് ഇറാന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ആ തരത്തിലേക്ക് പോകുന്നു. അതിനിടയിൽ SKN ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ഗസയിൽ, അത് ഖാൻ യൂണിസിലടക്കം ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ നടത്തിയ വലിയ രീതിയിലുള്ള വ്യോമാക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. മരണസംഖ്യ കഴിഞ്ഞ 10 മാസത്തിനിടയിൽ അത് 40,000-ലെത്തുകയാണ്. 100 പേർ എന്താണ്, 39,900 കവിഞ്ഞു. ഈ സംഖ്യ പറയുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ട്. ഒരു നമ്പർ, സംഖ്യയാണ് പറയുന്നതെങ്കിൽ അത് മനുഷ്യ ജീവിതമാണ്. SKN സ്വാഭാവികമായിട്ടും അത് വളരെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഈ കൊല്ലപ്പെട്ടവരിൽ 30,000-ലേറെ പേർ, 30,000-നും 32,000-നും ഇടയിൽ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന ദുഃഖസത്യം കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ഹെസ്ബുള്ള ഇന്ന് 30 റോക്കറ്റുകൾ അയച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക്. ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നാശമുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല. ഹെസ്ബുള്ള, ഹൂതികൾ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി, ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് ബ്രിട്ടനിൽ നിന്നുള്ള കപ്പൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൂതികളും ആക്രമണത്തിലാണ്. എന്തായാലും ഹൂതികൾ, ഹമാസ് അടക്കം ഹെസ്ബുള്ള ഇറാനുമായി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്തകൾ വരുന്നത്. SKN. ഓക്കെ, BP ജെയിംസ് വിദേശ വാർത്തകളുമായി ഇനി നാളെ വരും. ഓമനക്കുട്ടം എന്ന ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ചവനെ ഇനി വർഷങ്ങളോളം വിചാരണ ചെയ്യും. അന്വേഷണ വിചാരണയ്ക്ക് ഒരു 10-12 കൊല്ലം എടുക്കും. അവനെ ജയിലിലിട്ട് നന്നായിട്ട് കൊഴിപ്പിക്കും. ഒടുവിൽ അവൻ സിനിമാ നടൻ്റെ ആകാര സൗഷ്ഠവുമായി തിരിച്ചു വരികയും ചെയ്യും. ഷെഫീർ പറയുന്നു, SKN PP-യുടെ സ്ലോട്ടിൽ വേറെ ആരെയും കുത്തി കയറ്റരുത്. കൊടുക്കുന്ന 5 മിനിറ്റ് നേരാവണ്ണം അദ്ദേഹത്തിന് തന്നെ വിട്ടുകൊടുക്കണം. PCR ഉള്ളവൻ്റെ ചെവിക്ക് പിടിച്ച കാര്യം പറയണം. ഇത് പല തവണയായി എന്നാണ് പറയുന്നത്.